നമസ്കാരം. കടകംപള്ളി ഇറ്റലിക്ക് പോയി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻമന്ത്രി അടക്കം കുടുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്തിന് കടകംപള്ളി ഇറ്റലിക്ക് പോയി? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം എന്ന് പറയപ്പെടുന്ന നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയ 13 വിദേശ സന്ദർശനങ്ങളുടെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ 8 യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ 5 തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂചനകൾ. അപ്പോൾ വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബംഗളൂരു ചെന്നൈ യാത്രകളുടെ വിവരങ്ങൾ അടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. ബംഗളൂരിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ വെള്ളപൂശാൻ സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉപയോഗിക്കുമെന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് എങ്കിലും കടകംപള്ളിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താനാണ് ഇപ്പോൾ SIT ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കടകംപള്ളിയെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആരോപണങ്ങളെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ നിഷേധിച്ചതായാണ് വിവരം. ബംഗളൂരിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തികച്ചും വ്യക്തിപരമായ യാത്രയായിരുന്നുവെന്നും പ്രതിയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെയും തന്നെയും അപകീർത്തിപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തന്റെ വിദേശയാത്രകളെല്ലാം കൃത്യമായ അനുമതിയോടെ നടത്തിയതാണ് എന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ കോൺഗ്രസും BJPയും വെവ്വേറെ തീരുമാനിച്ചത് തന്നെ ഇത്തരത്തിലുള്ള വലിയ ബന്ധങ്ങൾ, വിദേശയാത്ര അടക്കമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം കടകംപള്ളിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്ന സാഹചര്യത്തിലാണ് ഒരു സർക്കാർ സംവിധാനങ്ങൾ ഏതൊക്കെ വിധത്തിൽ ദുരുപയോഗം ചെയ്യാം എന്നതിന്റെ വലിയ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും മാത്രമല്ല, മുകളിൽ സ്ഥാപിച്ചിരുന്ന ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികളും കൊള്ളയടിച്ചു എന്നുള്ള കണ്ടെത്തലാണ് പുറത്തു വരുന്നത്. ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേപനം ചെയ്തിട്ടുള്ള ചെമ്പുപാളികളിൽ നിന്ന് വിദഗ്ധമായിട്ട് സ്വർണം അടർത്തി മാറ്റുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ 989 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും BSSC നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നുള്ളത് വ്യക്തമാകാൻ കഴിയുള്ളൂ. ആ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ഒരു ഭാഗം പ്രതികൾ സ്വന്തമാക്കുകയും ബാക്കി ഭാഗം ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമ വഴി മറിച്ചു വിറ്റതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. 2019 ജൂലൈ മാസത്തിലാണ് ഈ കൊള്ള നടന്നത് എന്നുള്ളതാണ് സൂചന. ശ്രീകോവിലെ സ്വർണ്ണപ്പാളികൾ മിനുക്കാനെന്ന വ്യാജേനയാണ് പ്രതികൾക്ക് അവസരം ഒരുക്കി കൊടുത്തത് എന്നും സാധാരണ ഇത്തരം ജോലികൾ നടക്കുമ്പോൾ ദേവസ്വം വിജിലൻസും ഉദ്യോഗസ്ഥരും കർശന മേൽനോട്ടം വഹിക്കേണ്ടതാണ് എന്നും എന്നാൽ ഈ കേസിൽ പ്രതികൾക്ക് പാളികൾ പുറത്തേക്ക് കടത്തുവാൻ ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകി എന്നുള്ളത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന പഴയ കണക്കു പുസ്തകങ്ങളിലും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും കൃത്രിമം നടന്നതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർണം ഇളക്കി മാറ്റിയ ശേഷം പാളികൾ തിരകെ സ്ഥാപിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണ് എന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തതുമില്ല. ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഔദ്യോഗിക അനുമതി ഉണ്ടായിരുന്നു എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത് എന്ന് പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊള്ള നടന്ന കാലയളവിൽ ചുമതലയിരുന്ന ദേവസ്വം കമ്മീഷണർമാരുടെ പങ്കാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്വർണ്ണപ്പണികളുടെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാർക്കും ഓവർസിയർമാർക്കും എതിരെ വകുപ്പുതല അന്വേഷണവും നടക്കുകയാണ്. കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായിട്ടുള്ള അളവ് കണ്ടെത്തുവാൻ BSSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം അനിവാര്യമാണ്. ഈ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ
കൂടുതൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് നടക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ഈ ഇറ്റലിയിൽ പോയ മുൻ മന്ത്രിയും പെടുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല, തർക്കവുമില്ല. പക്ഷെ അതിനി എത്ര നാൾ കാത്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ പ്രധാന ചോദ്യം.